നിങ്ങളുടെ മനസ്സിലെ ഒരു കഥ ഒരു ചിത്രകഥ പോലെ വീഡിയോ ആക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമാക്കാരനാണെങ്കിൽ നിങ്ങളുടെ സ്ക്രിപ്റ്റിന് ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ അതിനുള്ള സൂത്രമാണ് ഇന്ന് പറയാൻ പോകുന്നത്. കഥ മുഴുവനായി പറയണമെന്നില്ല, നിങ്ങൾ ആശയം കൊടുത്താൽ മതി. ബാക്കി കഥയും തിരക്കഥയും സ്റ്റോറി ബോർഡും ചിത്രീകരണവും ശബ്ദവും മ്യൂസിക്കും എല്ലാം AI ചെയ്തോളും. ഉദാഹരണത്തിന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ AI ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രകഥയാണ്. Pouring out of the forest, an alliance of woodland ഇതിൽ ആശയം കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ചെയ്തത് AI ആണ്. lead the hunters in their relentless pursuit. അപ്പോൾ എങ്ങനെ ഇങ്ങനെ ഒരു ചിത്രകഥ ഉണ്ടാക്കാം എന്ന കാര്യം പറഞ്ഞു തരാം. അതിനായി ആർട്ട് ഫ്ലോ എന്ന AI ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ സൈഡ് ബാറിൽ കാണുന്ന സ്റ്റോറി സ്റ്റുഡിയോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നേരത്തെ കാണിച്ചതുപോലെ കുറേ സാമ്പിൾ സ്റ്റോറി വീഡിയോസ് കാണാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ മുകളിൽ കാണുന്ന ന്യൂ സ്റ്റോറി സെലക്ട് ചെയ്യാം. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് സ്വന്തമായി ഒരു കഥ ഉണ്ടെങ്കിൽ അത് വെച്ച് തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ആശയം മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെയും ആവാം. ആദ്യം ആശയം മാത്രം കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കുന്ന ഓപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഹെൽപ്പ് മീ ഗെറ്റ് എ സ്റ്റോറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു ചാറ്റ് സ്റ്റൈലിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഏത് ഓഡിയൻസിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ്. കുട്ടികൾക്കുള്ള ഒരു സ്റ്റോറി ആണെങ്കിൽ ചിൽഡ്രൻസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം ഈ സ്റ്റോറി കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. താഴെ കുറച്ച് സജഷൻസ് ഉണ്ട്. ഒന്നുകിൽ അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് കൃത്യമായി എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്ത ചോദ്യം ഏത് കാറ്റഗറി ആണെന്നാണ്. ഫാൻറ്റസി വേണോ, കുട്ടികളുടെ സ്റ്റോറി വേണോ, അതോ റൊമാൻറ്റിക് കോമഡി വേണോ? അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലേതാണ് നമുക്ക് വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഫാൻറ്റസിയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ മനസ്സിലെ ആശയം ഇവിടെ എഴുതി കൊടുക്കാം. ആശയം കൊടുത്തതിന് ശേഷം ജനറേറ്റ് സ്റ്റോറി ഔട്ട്ലൈൻ എന്ന് കൊടുത്താൽ ഇതാ നമ്മൾ കൊടുത്ത ആശയത്തിന് അനുസൃതമായി ഒരു കഥ റെഡിയാക്കി തരും. ഈ കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ട്രൈ അഗെയിൻ എന്ന് സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ ഇവിടെ വെച്ചും ചെയ്യാൻ പറ്റും. കഥ ഓക്കെ ആയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ദ സ്റ്റോറി എന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് ഏത് ഫോർമാറ്റാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. വെർട്ടിക്കൽ വേണോ ഹൊറിസോണ്ടൽ വേണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി നമ്മുടെ കഥയ്ക്ക് ഏത് തരത്തിലുള്ള വിഷ്വൽ സ്റ്റൈലാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യണം. ഞാനിവിടെ 3D ആനിമേ സെലക്ട് ചെയ്യുകയാണ്. ഇതാ നമ്മുടെ കഥയുടെ കഥാപാത്രങ്ങൾ റെഡി ആയി കഴിഞ്ഞു. ഈ കഥാപാത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് വീണ്ടും മാറ്റങ്ങൾ വരുത്താം. പ്രോംപ്റ്റ് എഡിറ്റ് ചെയ്തുകൊണ്ട് പുതിയ ക്യാരക്ടർ ഉണ്ടാക്കാം. ഇനി കണ്ടിന്യൂ സ്റ്റോറി ബോർഡ് എന്ന് കൊടുത്താൽ നമ്മുടെ കഥയ്ക്ക് ഒരു സ്റ്റോറി ബോർഡ് തയ്യാറാക്കി തരും. ഇതിലെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. കഥയും ചിത്രങ്ങളും ഇഷ്ടപ്പെട്ടാൽ എക്സ്പോർട്ട് സെലക്ട് ചെയ്യുക. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ കഥ വീഡിയോ ചിത്രകഥ ആയി മാറിക്കഴിഞ്ഞു. ഇവിടെ ഈ ടൂളിൻ്റെ ഒരു സാമ്പിൾ മോഡലാണ് ഞാൻ കാണിച്ചത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും സമയവും അനുസരിച്ച് ഗംഭീരമായ വീഡിയോകൾ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ടൂൾ ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കരുത്. ഇനി സ്വന്തം കഥയാണെങ്കിലും ഇതേ സ്റ്റൈലിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാം. അതിനായി ഐ ഹാവ് എ സ്റ്റോറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കഥയുടെ കാറ്റഗറി സെലക്ട് ചെയ്യാം. കഥാപാത്രങ്ങളെ ആഡ് ചെയ്യുക. പിന്നെ ഇവിടെ കഥ പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കഥ പേസ്റ്റ് ചെയ്യുകയോ ടൈപ്പ് ചെയ്യുകയോ ആവാം. ക്രിയേറ്റ് സ്റ്റോറി എന്ന് കൊടുത്താൽ ബാക്കി നമ്മൾ നേരത്തെ പോലെ ചെയ്തതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സംഭവം ക്രിയേറ്റീവ് ഐറ്റം അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. AI പഠിക്കാൻ സീരിയസ് ആയി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആർട്ട് ഓഫ് എയുടെ വാട്സപ്പ് നെറ്റ്വർക്കിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. 9990018986 എന്ന നമ്പറിൽ ജോയിൻ ആർട്ട് ഓഫ് AI എന്ന് മെസ്സേജ് ചെയ്താൽ മതി.